Hi students, ഞാൻ ഡോക്ടർ ശാന്തി സുസൻ. ഓക്കെ, ഞാൻ ഓറൽ റേഡിയോളജി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ റേഡിയേഷൻ ഫിസിക്സ് ആണ്. ഓക്കെ, അപ്പം അതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. നമ്മളിവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അപ്പോൾ ആ നെയിമിൽ തന്നെയുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ബോത്ത് ഇലക്ട്രിക് as well as magnetic field. Okay, it is the movement of energy through space as a combination of electric and magnetic field. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരുമിച്ച് സ്പേസിൽ ഒരു എനർജി ആയിട്ട് പോകുന്നതിനാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. അവർ എങ്ങനെയാണ് ആ സ്പേസിൽ കൂടെ ട്രാവൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻ ദ ഫോം ഓഫ് സ്മോൾ ബണ്ടിൽസ് ഓഫ് എനർജി കോൾഡ് ഫോട്ടോൺസ്. ഓക്കെ, സോ ഹൗ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇറ്റ് moves in the space എന്ന് ചോദിച്ചാൽ in the form of small bundles of energy called photons. ഓക്കെ, പക്ഷേ ഇവർ ഒരുമിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ they move together at the speed of light. നമുക്കറിയാം ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണ്? 3 × 10⁸ m/s. ഓക്കെ, അപ്പം ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് സെയിം ആസ് ദ സ്പീഡ് ഓഫ് ദ ലൈറ്റ്. ഓക്കെ, സോ അടുത്ത ഈ ഡയഗ്രാം നോക്ക്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് വേറെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. പക്ഷേ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് സ്പേസിൽ ട്രാവൽ ചെയ്യുമ്പം അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു പാത്താണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഡയഗ്രത്തിൽ കാണുന്ന പോലെ ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ, അതിൻ്റെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് എന്ത് ഫോട്ടോൺ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, the electromagnetic radiation is generated when the velocity of an electrically charged particle is altered. Okay, a charged particle velocity എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ, അതായത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വെലോസിറ്റി എന്ന് പറഞ്ഞാൽ it is the speed by which it travel in a particular direction. Okay, ആ വെലോസിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ച് ഡിഫറൻസ് വരുമ്പോഴാണ് എന്ത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അത് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എക്സാമ്പിൾസിലേക്ക് വരാം. Gamma rays, X-rays, ultraviolet rays, visible light, infraradiation, microwaves and radio waves, they are the examples of electromagnetic radiation. Okay, and always note that alpha rays, beta rays and cathode rays, they are not examples of electromagnetic radiation. Okay, അപ്പം ക്വസ്റ്റ്യൻസിൽ അവർ ഐഡൻറ്റിഫൈ എക്സാമ്പിൾസ് പേര് തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഓൾവേസ് റിമെമ്പർ ആൽഫ റേ, ബീറ്റ റേസ് ആൻഡ് കാത്തോഡ് റേസ്, ദേ ആർ നോട്ട് എക്സാമ്പിൾസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ പലതരത്തിലുള്ള റേഡിയേഷൻസ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്? എക്സ് റേസ്, യു വി റേസ്, ഗാമ റേസ്, ഇൻഫ്രാറെഡ് റേസ്, മൈക്രോവേവ്സ്, അങ്ങനെ പലതും. ഓക്കെ, അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദ എനർജി, അവർ ഓരോ റേഡിയേഷനിലും അത് എക്സിബിറ്റ് ചെയ്യുന്ന എനർജീൻ്റെ ബേസിസിൽ നമുക്ക് ഇതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ആസ് അയണൈസിങ് ഓർ നോൺ അയണൈസിങ് റേഡിയേഷൻസ്. ഓക്കെ, അയണൈസിങ് ഓർ നോൺ അയണൈസിങ് റേഡിയേഷൻസ് ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ഡയഗ്രത്തിൽ നോക്കും. ഇതിൽ അയണൈസിങ് റേഡിയേഷൻസ് എന്ന് വെച്ചാൽ അവരുടെ ഫ്രീക്വൻസി ഹൈ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇതൊക്കെ. നമ്മുടെ എക്സ് റേസും ഗാമ റേസും ആണ്. ഓക്കെ, മെയിൻലി അയണൈസിങ് റേഡിയേഷൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഓക്കെ, ഇനി നോൺ അയണൈസിങ് റേഡിയേഷൻസ് എന്ന് വെച്ചാൽ അവർ യൂഷ്വലി ദി എക്സിബിറ്റ് എ വെരി ലോ ഫ്രീക്വൻസി ഓർ മീഡിയം ഫ്രീക്വൻസി. അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് നമ്മുടെ മൈക്രോവേവ്സ്, റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് അങ്ങനെയൊക്കെ വരുന്നത്. ഓക്കെ, MRI, thermography and ultrasonography, they contains no radiation risk. Okay, because they are non-ionizing radiation. MRI എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, തെർമോഗ്രഫി ആൻഡ് അൾട്രാസോണോഗ്രഫി, ഇതൊക്കെ എന്താണ്? ഡയഗ്നോസ്റ്റിക് ഇമേജിങ് മൊഡാലിറ്റീസ് ആണ്. പക്ഷേ ഇവക്കൊന്നും റേഡിയേഷൻ റിസ്ക് ഇല്ല, ബിക്കോസ് ദേ ആർ നോൺ അയണൈസിങ് റേഡിയേഷൻ അല്ലേ. മാഗ്നറ്റിക് ആണ്, അൾട്രാസോണോഗ്രഫി, തെർമോഗ്രഫി യൂസിങ് ഹീറ്റ് ആണ്. അപ്പം ഇതിനൊന്നും അയണൈസിങ് റേഡിയേഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ റേഡിയേഷൻ എഫക്റ്റ് കുറവായിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ റേഡിയേഷൻ റിസ്ക് വരുന്ന ഇമേജിങ് മൊഡാലിറ്റിയാണ് CT, ദാറ്റ് ഈസ് അവർ കമ്പ്യൂട്ടർ ടോമോഗ്രഫി. Okay, so the questions can be asked, which of the following has maximum radiation risk? So of this given there will be CT scan. Okay, CT scan has a maximum radiation risk because they are ionizing radiation. Okay, coming to X-rays. The X-rays are weightless packages of pure energy
that is photons, that have no electric charge and they travel in waves with specific frequency as same as that of the light, that is 3 into 10 raised to 8 meter per second. Okay, X-rays is an example of electromagnetic radiation. Okay, അത് നമ്മൾക്കറിയാം, they travel at the speed of the light, that is 3 into 10 raised to 8 meter per second. So X-rays were discovered on 9th November. Okay, that can be a question. Year ആണ് by whom? Okay, 9th November 1895 by German scientist Wilhelm Röntgen. Okay, so the energy of the X-rays, they usually depends on the frequency of their wavelength. Okay, X-rays in energy ന്റെ ബേസിസിലാണ് നമ്മൾ അതിനെ അയണൈസിങ്ങും നോൺ അയണൈസിങ്ങുമായിട്ട് ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എനർജി ബേസ് ചെയ്യുന്നത് എന്തിനെയായിരിക്കും? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫ്രീക്വൻസി ഓഫ് ദെയർ വേവ് ലെങ്ത്. ഓക്കെ, അപ്പം അത് രണ്ടും റിലേറ്റഡ് ആണ്. എനർജിയും ആൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ലെങ്ത് ദേ ആർ റിലേറ്റഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ് ലെങ്ത് ഗ്രേറ്റർ ദ എനർജി ഓഫ് ദ ഫോട്ടോൺസ്. ഓക്കെ, എനർജി കൂടുതലനുസരിച്ച് അതിൻ്റെ ഫ്രീക്വൻസി കൂടും. അപ്പം ഏറ്റവും എനർജി കൂടുതൽ നമ്മുടെ എക്സ്റേസിൻ്റെ ഒക്കെ ആണെങ്കിൽ അവരുടെ ഫ്രീക്വൻസി എന്തായിരിക്കും? ഫ്രീക്വൻസി ഓഫ് ദ വേവ് ലെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, ദേ ആർ ഡയറക്ട്ലി proportional to each other, that is the frequency of the wavelength and the energy of the photons. Okay, they are directly proportional to each other. During the production of X-rays, 99% of the electron energy is converted into heat. ഓക്കെ, നമ്മൾ ഒരു എക്സ്റേ എടുക്കുമ്പോഴത്തേതിൽ അതിൽ ഫോട്ടോൺസ് ജനറേറ്റ് ചെയ്യുന്നു. അതിൽ 99% ഹീറ്റായിട്ട് ഡെസിപ്പേറ്റ് ചെയ്യുന്നതാണ് പോകുന്നത്. അതിൽ ബാക്കി 1% മാത്രമാണ് അത് നമുക്കൊരു ഇതിൽ ടാർജറ്റിൽ ചെന്ന് ഹിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 99% ഓഫ് ദ ഇലക്ട്രോൺ എനർജി ദാറ്റ് വിൽ ബി ഡിസിപ്പേറ്റഡ് ഓർ ഗെറ്റ്സ് കൺവേർട്ടഡ് ആസ് ഹീറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? So coming to the classification, X-rays നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? They are classified as hard X-rays or the strong X-rays, soft X-rays or the weak X-rays, Grens rays, stray radiation or the secondary radiation. Okay, first ആണ് the hard X-rays. Hard X-rays എന്ന് പറഞ്ഞാൽ they are the strongest of X-rays. Okay, നല്ല strong X-rays ആണ്. അത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ they are obtained by increasing their KVP. Okay, KVP കൂട്ടുമ്പോഴാണ് നമുക്ക് hard X-rays അല്ലെങ്കിൽ strong X-raysനെ കിട്ടുന്നത്. They are the X-rays of short wavelength and high penetration. Okay, അവരുടെ penetration power high ആയിരിക്കും, wave length കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ X-rays they are used for diagnostic radiology. Okay, diagnostics അതായത് നമ്മൾ ഇമേജിംഗ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഹാർഡ് X-rays അല്ലെങ്കിൽ സ്ട്രോങ് X-rays. അടുത്തത് സോഫ്റ്റ് X-rays or the weak X-rays എന്ന് പറഞ്ഞാൽ they have low wavelength but the penetration power is less. Okay, penetration power കുറവായിരിക്കും. They are obtained by decreasing their KVP. Okay, മറ്റേടത്ത് ഹാർഡ് എക്സ്റേസ് KVP കൂട്ടുമ്പോൾ സോഫ്റ്റ് എക്സ്റേസ് ബൈ ഡിക്രീസിങ് ദെയർ KVP. ഓക്കെ, ദേ ആർ മെയിൻലി യൂസ്ഡ് ഫോർ ദ തെറാപ്യൂട്ടിക് പർപ്പസ്. ഓക്കെ, ആസ് എ മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, നമുക്കറിയാം ഓങ്കോളജിയിൽ ഓക്കെ ക്യാൻസർ പേഷ്യൻസിൻ്റെ ട്രീറ്റ്മെൻറ്റിലൊക്കെ റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തെറാപ്യൂട്ടിക് ആണ്. ഓക്കെ, അപ്പോൾ അത് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്റേസ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് എക്സ്റേസ് ആണ്. പക്ഷേ ഈ സോഫ്റ്റ് എക്സ്റേസ് എന്താണ്? ദേ ആർ ലൈക്ലി ടു ബി അബ്സോർബ്ഡ് ബൈ ദ ടിഷ്യൂസ്. ഓക്കെ, വേവ് ലെങ്ത് കുറവായതുകൊണ്ട് അതെന്താണ്? ദേ ആർ ലൈക്ലി ടു ബി അബ്സോർബ്ഡ് ബൈ ദ ടിഷ്യൂസ് ആൻഡ് ദേ can produce cell injury. Okay, നമുക്ക് റേഡിയേഷൻ എഫക്ട്സ് ഒക്കെ അറിയാം, ഡിറ്റർമിനിസ്റ്റിക് എഫക്റ്റും സ്റ്റോക്കാസ്റ്റിക് എഫക്ട്സും ഒക്കെ. അപ്പം ഈ സോഫ്റ്റ് എക്സ്റേസ് they can produce cell injury or the tissue injury by its absorption. Okay, because they are more likely to get absorbed. Okay, clear? Okay, coming to the next, that is the Grens rays. Grens rays എന്ന് വെച്ചാൽ they are soft X-rays. Okay, soft X-rays ആണ്, but they are having a wavelength of 2 arbitrary unit. Okay, അങ്ങനെയുള്ളതിനാണ് നമ്മൾ പറയുന്നത് Grens rays. അടുത്തത് സ്ട്രേ റേഡിയേഷൻ. സ്ട്രേ റേഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ലാണ്ട് സ്പേസിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ട് റേഡിയേഷൻസ് ഉണ്ടാവില്ലേ? ഓക്കെ, അങ്ങനെയുള്ള റേഡിയേഷൻസ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ UV റേസ്, കോസ്മിക് റേസ്, ഓക്കെ സൺലൈറ്റിൽ UV റേസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സ്ട്രേ റേഡിയേഷൻ. ഓക്കെ, ദിസ് സ്ട്രേ റേഡിയേഷൻ ക്യാൻ ഓൾസോ ഗെറ്റ് ഇൻ്റർഫിയർ വിത്ത് ദ എക്സ്റേസ് ദാറ്റ് വി ആർ പ്രൊഡ്യൂസിങ്. ഓക്കെ, അപ്പോൾ അതും കുറച്ചൊരു എഫക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ എക്സ്ട്രാ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അല്ലാണ്ട് സ്പേസിൽ ഉണ്ടായിരിക്കുന്ന കുറച്ച് റേഡിയേഷൻസ്, ഓക്കെ കോസ്മിക് റേസ്, UV റേസ് നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് സ്ട്രേ റേഡിയേഷൻസ്. ഇനി അടുത്തത് സെക്കൻഡറി റേഡിയേഷൻ. ഈ സെക്കൻഡറി റേഡിയേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സോഴ്സ്, എക്സ്റേ സോഴ്സ് ഒരു ടാർജറ്റിൽ ചെന്ന് ഹിറ്റ് ചെയ്തു, കുറേ ഹീറ്റായിട്ട് ഡെസിപ്പേറ്റ് ചെയ്തു, കുറച്ച് നമുക്ക് ഇമേജ് ഫോം ചെയ്യാൻ യൂസ് ചെയ്തു, പിന്നെ അല്ലാണ്ട് കുറേ സ്കാറ്റർ ചെയ്തിട്ട് സെക്കൻഡറി റേഡിയേഷൻ ആയിട്ട് പോകും. ഓക്കെ, ടാർജറ്റ് ഹിറ്റ് ചെയ്തിട്ട് കുറച്ച് എക്സ്ട്രാ ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ
സ്കാറ്റേർഡ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്റേസ് അല്ലെങ്കിൽ റേഡിയേഷൻസിനാണ് നമ്മൾ പറയുന്നത് സെക്കൻഡറി റേഡിയേഷൻസ്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയോ? സ്ട്രീ റേഡിയേഷൻ, സെക്കൻഡറി റേഡിയേഷൻ. ഓക്കെ, അപ്പം ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് ഓർ ദ എക്സ്റേസ്. ഓക്കെ, so the quality of the X-ray beam is governed by the KVP. Okay, അപ്പോൾ KVP കൂട്ടുന്നതും കുറയ്ക്കുന്നതും ബൈ ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്, അതനുസരിച്ച് നമുക്ക് എക്സ്റേ ബീമിൻ്റെ ക്വാളിറ്റീനെ ഇൻക്രീസ് ചെയ്യും ഡിക്രീസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഒരു KVP ഇൻക്രീസ് ചെയ്താൽ എന്ത് പറ്റും? അവിടുത്തെ ഫോട്ടോൺസ് ജനറേറ്റഡ് ഇൻക്രീസ് ചെയ്യും, അതുവഴി അതിൻ്റെ മീൻ എനർജി ഇൻക്രീസ് ചെയ്യും, മാക്സിമൽ എനർജി ഇൻക്രീസ് ചെയ്യും. സോ ഓവറോൾ എഫക്റ്റ് എന്തായിരിക്കും? ദ ക്വാളിറ്റി ഓഫ് ദ എക്സ്റേ ബീം ഇസ് ഇൻക്രീസ്ഡ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി എക്സ്റേസ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്റേസിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. എക്സ്റേസിൻ്റെ പ്രോപ്പർട്ടീസ് മെയിനായിട്ട് പറയുന്നത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ദ ഫിസിയോ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, അത് എത്ര ഡീറ്റെയിൽ ആയിട്ട് വേണ്ട, നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചെണ്ണം ഞാനിപ്പോൾ പറയാം. ഓക്കെ, സോ എക്സ്റേസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ ദി ട്രാവൽസ് അറ്റ് ദ റേറ്റ് ഓഫ് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, നമുക്കറിയാം ലൈറ്റിൻ്റെ സ്പീഡ് 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ്. അതിൻ്റെ സെയിം സ്പീഡിലാണ് എക്സ്റേസും ട്രാവൽ ചെയ്യുന്നത്. ദേ ആർ ഇൻവിസിബിൾ, they cannot be focused, reflected or refracted, but they cast shadows of objects in their paths. Okay, that is important. Okay, എക്സ്റേസിന് നമുക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതിന് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഇല്ല, റിഫ്രാക്ഷൻ എന്ന് പറയുന്നൊരു പ്രോപ്പർട്ടി ഇല്ല. അതൊക്കെ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. ബട്ട് വാട്ട് ദേ ഡസ് ഇസ് ദേ കാസ്റ്റ് ഷാഡോസ് ഓഫ് ഒബ്ജെക്ട്സ് ഇൻ ദെയർ പാത്ത്. അതിൻ്റെ വഴിയിൽ ട്രാവൽ ചെയ്യുന്ന വഴിയിൽ വരുന്ന ഏത് ഒബ്ജക്റ്റിൻ്റെയും ഷാഡോസ് വേറൊരു സൈഡിൽ അത് കാസ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് എക്സ്റേസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. Okay, these X-rays are affected by magnetic and electric field. Okay, electric and magnetic field has an effect on the X-rays, and also they affect photographic plates. Okay, when they come in contact with a photographic plate, okay, they can produce the image of it. Okay, അതാണ് എക്സ്റേസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി. ഓക്കെ, ലൈറ്റിൻ്റെ സ്പീഡ് ആണ് സെയിം ആയിട്ടുള്ളത്, പക്ഷേ ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആയ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും ഒന്നും ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ വിത്ത് ദ എക്സ്റേസ്. ഓക്കെ, ക്ലിയർ? സോ അടുത്തത് എക്സ്റേസിൻ്റെ യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്പോഷർ ആണ്. എക്സ്പോഷർ എന്ന് വെച്ചാൽ അത് റേഡിയേഷൻ്റെ ക്വാണ്ടിറ്റി, എത്രത്തോളം റേഡിയേഷനിൽ നമ്മൾ എക്സ്പോസ് ആയി എന്നുള്ള ക്വാണ്ടിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് എക്സ്പോഷർ. അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആണ് Coulomb/kg. ട്രഡീഷണൽ യൂണിറ്റ് ഇസ് റോൺജൻ. ഓക്കെ, അടുത്തത് അബ്സോർബ് ഡോസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എനർജി അബ്സോർബ് ബൈ അയനൈസിങ് റേഡിയേഷൻ പെർ യൂണിറ്റ് മാസ്. ഒരു യൂണിറ്റ് മാസിൽ എത്രത്തോളം എനർജി ഈ അയനൈസിങ് റേഡിയേഷൻ അബ്സോർബ് ചെയ്തു എന്ന് ഡിറ്റർമൈൻ ചെയ്താണ് അബ്സോർബ് ഡോസ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഗ്രേ ആയിരിക്കും, ട്രഡീഷണൽ യൂണിറ്റ് റഡാർ. ഓക്കെ, ഓർ റാഡ്. അടുത്ത ഇക്വലൻ്റ് ഡോസ് എന്ന് വെച്ചാൽ അത് ബയോളജിക്കൽ എഫക്ട്സ് ഓഫ് റേഡിയേഷനെ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഇസ് സിവേർഡ് ആൻഡ് ദ ട്രഡീഷണൽ യൂണിറ്റ് ഇസ് REM. ഓക്കെ, സോ അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എക്സ്റേ മെഷീൻ. ഓക്കെ, the primary components of an X-ray machine are the X-ray tube and its power supply. X-ray മെഷീൻ്റെ മേജർ കമ്പോണൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് എക്സ്റേ ട്യൂബും അതിൻ്റെ കൂടെയുള്ള പവർ സപ്ലൈയും. എക്സ്റേ ട്യൂബ് നമുക്കറിയാം ഇറ്റ് ഇസ് വേർ ദ എക്സ്റേസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ആൻഡ് പവർ സപ്ലൈ അതാണ് ഇതിൻ്റെ കൺട്രോൾ. ഇതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള ആ ഒരു അസംബ്ലിക്കാണ് നമ്മൾ പറയുന്നത് പവർ സപ്ലൈ. Okay, the X-ray tube is positioned within the tube head along with some components of the power supply. Okay, അതാണ് മെയിൻ പാർട്സ് ഡിവൈഡഡ് ഇൻറ്റു കമ്പോണൻറ്റ് പാർട്ട്, എക്സ്റേ ട്യൂബ് ആൻഡ് എക്സ്റേ ജനറേറ്റിംഗ് പാരറ്റസ്. സോ ഇവിടെ നമുക്ക് ഡയഗ്രത്തിൽ കാണുന്ന പോലെ മെയിൻ എക്സ്റേ ട്യൂബ് ഹെഡാണ്. ട്യൂബ് ഹെഡ് നമുക്ക് കാണാം. ട്യൂബ് ഹെഡ് ആണ് ഇവിടെ നമുക്ക് എക്സ്റേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്യൂബ് ഹെഡിനകത്ത് കാഥോഡുണ്ട്, ആനോഡുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതാണ് മെയിൻ പ്രൊഡക്ഷൻ ഓഫ് ദി എക്സ്റേസ്. പിന്നെ നമുക്കുള്ളത് കൺട്രോൾ പാനലാണ്. കൺട്രോൾ പാനലിലാണ് നമുക്ക് KVP അഡ്ജസ്റ്റ് ചെയ്യാം, MA അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, എക്സ്പോഷർ, ടൈം, കറണ്ട് ഇതിനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്ന കൺട്രോൾ പാനലിലാണ്. ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഓക്കെ, അതൊക്കെ കൺട്രോൾ പാനലിൻ്റെ ഇതാണ്. പിന്നെ ഈ ട്യൂബ് ഹെഡിനെയും കൺട്രോൾ പാനലിനെയും കൂടെ കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ സപ്പോർട്ട് ആംസ്. ഓക്കെ, സപ്പോർട്ട് ആം. അപ്പോൾ ഈ മൂന്നെണ്ണമാണ് ഡയഗ്രത്തിൽ ക്ലിയർ അല്ലേ? ട്യൂബ് ഹെഡ്, സപ്പോർട്ട് ആംസ് ആൻഡ് ദ കൺട്രോൾ പാനൽ. ഓക്കെ, സോ എക്സ്റേ ട്യൂബ് ഹെഡ്. ഓക്കെ, എക്സ്റേ ട്യൂബ് ഹെഡ് നമ്മുടെ എക്സ്റേ മെഷീൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനകത്താണ് എക്സ്റേ ട്യൂബ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. എക്സ്റേ ട്യൂബിൽ നമുക്കറിയാം കാഥോഡ്, ആനോഡ് ഒക്കെ ഉണ്ട്. അതാണ് നമ്മുടെ എക്സ്റേ പ്രൊഡക്ഷന് സഹായിക്കുന്നത്. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, എക്സ്റേ ട്യൂബ് ഉണ്ട്,
പിന്നെ ഒരു പവർ സപ്ലൈ കമ്പോണൻറ്റ് പവർ സപ്ലൈ ഉണ്ട്. പിന്നെ അലൂമിനിയം ഫിൽറ്റർ. ഓക്കെ, എക്സ്റേസിനെ ഫിൽറ്റർ ചെയ്ത് അതിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ വേണ്ടി അലൂമിനിയം ഫിൽറ്റേഴ്സ് ആർ പ്ലേസ്ഡ് ഓക്കെ ഇൻ ദ പാത്ത് ഓഫ് ദ എക്സ്റേ ബീം. ഓക്കെ, ദെൻ ദർ വിൽ ബി കോളിമീറ്റേഴ്സ്. എന്താണ് കോളിമീറ്റേഴ്സിൻ്റെ യൂസ്? എന്താണ്? എക്സ്റേസിൻ്റെ ഷേപ്പ്. ഓക്കെ, ദേ മോൾഡ് ആൻഡ് എക്സ്റേ ഇൻ ടു പർട്ടിക്കുലർ ഷേപ്പ് സോ ദ എഫക്റ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഓക്കെ, പിന്നെ ഒരു ഇൻസുലേറ്റിംഗ് ഓയിലുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഒരു റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഇലക്ട്രോണും ആനോഡ് കാഥോഡ് ഇലക്ട്രോൺ ഒരു റിയാക്ഷൻ നടക്കുന്നതുകൊണ്ട് എപ്പോഴും ഹീറ്റ് ജനറേഷൻ മോർ ആയിരിക്കും. നമുക്കറിയാം എക്സ്റേ പ്രൊഡക്ഷനിൽ 99% ഗെറ്റ്സ് ഡിസിപ്പേറ്റ് ആസ് ദ ഹീറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഹീറ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഇൻസുലേറ്റിംഗ് മീഡിയ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇറ്റ് ഇസ് ദ ഇൻസുലേറ്റിംഗ് ഓയിൽ. ഓക്കെ, ഇതാണ് എക്സ്റേ ട്യൂബ് ഹെഡിലുള്ളത്. ഇനി നമുക്ക് എക്സ്റേ ട്യൂബ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അത് ഞാൻ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ എക്സ്റേ ട്യൂബിൽ മെയിനായിട്ടുള്ളത് നമുക്കറിയാം കാഥോഡും ആനോഡുമാണ്. ഓക്കെ, കാഥോഡ് ഫസ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കാഥോഡാണ്. കാഥോഡിൽ മെയിനായിട്ടുള്ളത് ഫിലമെൻറ്റ്, കണക്റ്റിംഗ് വയർ ആൻഡ് ഫോക്കസിങ് കപ്പ്. ഓക്കെ, ഇത് മൂന്നുമാണ്. ഫിലമെൻറ്റ്, ഫോക്കസിങ് കപ്പ് ആൻഡ് കണക്റ്റിംഗ് വയേഴ്സാണ് കാഥോഡിൻ്റെ മെയിൻ കമ്പോണൻറ്റ്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഫിലമെൻറ്റ്. ആൻഡ് ഫിലമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സോഴ്സ് ഓഫ് ദി ഇലക്ട്രോൺസ് വിത്തിൻ ദ എക്സ്റേ ട്യൂബ്. ഇതിൽ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ആര്? നമ്മുടെ ഫിലമെൻറ്റ്. ഓക്കെ, സോ കാഥോഡിലുള്ളത് നമ്മൾ പറഞ്ഞു ഫോക്കസിങ് കപ്പ് ആൻഡ് ദ ഫിലമെൻറ്റ് അല്ലേ. അപ്പോൾ ഫോക്കസിങ് കപ്പ് ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം ഒരു സി ഷേപ്ഡ് കോൺകേവ് റിഫ്ലക്ടർ കണ്ടോ, അതാണ് മോളിബ്ഡിനം. ഓക്കെ, ദ കോൺകേവ് റിഫ്ലക്ടർ മേഡപ്പ് ഓഫ് മോളിബ്ഡിനം ആണ് എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ഫോക്കസിങ് കപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഗ്രീൻ കളർ കോയിൽ ഇത് കണ്ടോ, അതാണ് ഫിലമെൻറ്റ്. ഓക്കെ, ഫിലമെൻറ്റ് ആൻഡ് അത് എന്തുകൊണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ടങ്സ്റ്റൺ. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി അവിടെയാണ് ഇലക്ട്രോണിൻ്റെ സോഴ്സ്. ഓക്കെ, ദേ പ്രൊഡ്യൂസ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇതാണ് മെയിനായിട്ട് കാഥോഡിലുള്ളത്. ഫോക്കസിങ് അപ്പ്, ഫിലമെൻറ്റ് വിച്ച് ഇസ് മെയ്ഡ് ഓഫ് ടങ്സ്റ്റൺ ആൻഡ് ഓൾസോ സം കണക്റ്റിംഗ് വയേഴ്സ്. ഓക്കെ, സോ കമ്മിങ് ടു ദ ഫിലമെൻറ്റ്. ഓക്കെ, ഫിലമെൻറ്റ് നമ്മൾ പറഞ്ഞ പോലെ ഇസ് എ കോയിൽ ഓഫ് ടങ്സ്റ്റൺ വയർ അബൌട്ട് 2 millimeter in diameter and 1 centimeter or less in length. ഓക്കെ, diameter 2 mm ആണ്, length 1 centimeter or it is less than 1 centimeter. Okay, when current flows through this fine tungsten wire it becomes heated. Okay, current ഇതിലേക്ക് പാസ് ചെയ്യുമ്പോഴത്തേന് ടങ്സ്റ്റൺ വയേഴ്സ് എന്താവും? അത് ഹീറ്റ് ആവും. and they atoms absorbs the thermal energy and the electrons absorb enough energy. Okay, ആറ്റംസ് ഹീറ്റ് ആയിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും നമ്മൾ പറഞ്ഞു. അപ്പം ഈ ആറ്റംസ് എല്ലാം ഈ തെർമൽ എനർജി അബ്സോർബ് ചെയ്തിട്ട് ഈ ഇലക്ട്രോൺസും ഈ സെയിം എനർജി അബ്സോർബ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? അവർ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യും. The emission of electrons resulting from the absorption of thermal energy is called as thermionic emission. Okay, ഇപ്പോൾ ഫിലമെൻ്റ് ഫംഗ്ഷൻ മനസ്സിലായി. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അത് ഹീറ്റ് ആവും അത് തെർമൽ എനർജി അബ്സോർബ് ചെയ്തിട്ട് അത് എന്താവും? പകരം ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യും. ഓക്കെ, ആ പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് തെർമിയോണിക് എമിഷൻ. Okay, the release of electrons by absorbing the thermal energy. The process is known as thermionic emission. സോ നമ്മൾ തെർമിയോണിക് എമിഷൻ എന്താണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഈ തെർമിയോണിക് എമിഷൻ്റെ കാരണം അവിടെ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഫിലമെൻറ്റിനെ ചുറ്റും ഉണ്ടാവും. അപ്പോൾ അതിന് പറയുന്ന പേരാണ് എഡിസൺ എഫക്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ദ ഇലക്ട്രോൺ ക്ലൗഡ് സറൗണ്ടിങ് ദ ഫിലിം പ്രൊഡ്യൂസ്ഡ് ബൈ തെർമിയോണിക് എമിഷൻ. ഓക്കെ, തെർമിയോണിക് എമിഷൻ്റെ റീസൺ കാരണം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഫോം ചെയ്യും. അതിനാണ് നമ്മൾ പറയുന്നത് എഡിസൺ എഫക്റ്റ്. ഓക്കെ, ആൻഡ് ഓൾസോ ദ ഫിലമെൻറ്റ് മസ്റ്റ് ബി ഹീറ്റഡ് ടു അറ്റ്ലീസ്റ്റ് 2200 degree Celsius ടു എമിറ്റ് യൂസ്ഫുൾ നമ്പർ ഓഫ് തെർമിയോൺസ്. ഓക്കെ, ടെമ്പറേച്ചർ എത്ര വേണം? ഫിലമെൻറ്റ് ഹീറ്റ് ആവാനുള്ളത് 2200 degree Celsius. Okay, the electrons emitted from the tungsten filament they form a small cloud in the vicinity of the film. അതിനാണ് നമ്മൾ പറയുന്നത് എഡിസൺ എഫക്റ്റ്. And this collection of negatively charged electron they form a space charge. അതൊരു സ്പേസ് ചാർജ് ആയിട്ട് ഫോം ചെയ്യും. ഓക്കെ, ആ പ്രോസസ്സിന് പറയുന്ന പേരാണ്, ആ ഇലക്ട്രോൺ ക്ലൗഡ് തെർമിയോണിക് എമിഷൻ കാരണം ഫോം ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എഡിസൺ എഫക്റ്റ്. ഓക്കെ, സോ നമ്മൾ ഫിലമെൻ്റ് കഴിഞ്ഞു. അടുത്താണ് ഫോക്കസിങ് കപ്പ്. ഓക്കെ, ഫോക്കസിങ് കപ്പ് എന്ന് പറഞ്ഞാൽ the filament lies in a negatively charged concave reflector which is made up of molybdenum or nickel. അതിനാണ് പറയുന്നത് ഫോക്കസിങ് കപ്പ്. ഓക്കെ, ഇറ്റ് ഈസ് യൂഷ്വലി എ പാരബോളിക് ഇൻ ഷേപ്പ്. ആ ഡയഗ്രത്തിൽ നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും. ആ പാരബോളിക് ഷേപ്പിൽ കാണുന്ന നെഗറ്റീവ്ലി ചാർജ് കോൺകേവ് റിഫ്ലക്ടറിനാണ് നമ്മൾ പറയുന്നത് ഫോക്കസിങ് കപ്പ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ദിസ് ഇലക്ട്രോസ്റ്റാറ്റിക്കലി ഫോക്കസസ് ദ ഇലക്ട്രോൺസ് വിച്ച് ആർ എമിറ്റഡ് ബൈ ദ ഫിലമെൻറ്റ് ഇൻ ടു എ നാരോ ബീം
and directed at a small rectangular area on the anode, which is called the focal spot. Okay, electrons, filament emit ചെയ്യുന്ന ഇലക്ട്രോൺസിനെ എല്ലാം കൂടി ഒരു നാരോ ബീം ആയിട്ട് ഒരു ആനോഡിൽ ഒരു സ്മോൾ റെക്ടാങ്കുലർ ഏരിയയിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് ഇത് ഫോക്കൽ സ്പോട്ട്സ്. ക്ലിയർ ആയോ? ആനോഡിലെ ഒരു സ്മോൾ റെക്ടാങ്കുലർ ഏരിയയിൽ ഫിലമെൻറ്റ് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെയെല്ലാം നമ്മുടെ ഫോക്കസിങ് കപ്പ്, അതായത് മോളിബ്ഡിനം, കോൺസെൻട്രേറ്റ് ചെയ്യും. ആ റെക്ടാങ്കുലർ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ഫോക്കൽ സ്പോട്ട്. ഓക്കെ, the speed at which the electrons travel from the filament of cathode to anode depends on the potential difference between the two electrodes. Okay, നമ്മൾ മനസ്സിലായി ഫിലമെൻറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെയെല്ലാം ആനോഡിൽ ഒരു പർട്ടിക്കുലർ റെക്ടാങ്കുലർ ഏരിയയിൽ കൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ ഫോക്കൽ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പം ആ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യുന്നില്ലേ, അതിന് മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഇലക്ട്രോഡ്. ഓക്കെ, ഒരു that is a question. Okay, mention, always remember this traveling of the electrons from the filament of cathode to anode, it mainly depends upon the potential difference between the two electrodes. Increasing the potential difference between the anode and cathode increases the energy and the velocity of electron with which they strike the target, which in turn increases the number of X-ray photons and their energy. Okay, a potential difference കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി കൂടും. പിന്നെ എന്താണ്, അതുവഴി എക്സ്റേ ഫോട്ടോൺസ്, ഓക്കെ, എമിറ്റ് ചെയ്യുന്ന എക്സ്റേ ഫോട്ടോൺസ് കൂടും. അതുവഴി എനർജിയും ഇൻക്രീസ് ആവും. ഓക്കെ, നമ്മൾ കാഥോഡ് കഴിഞ്ഞു. കാഥോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിലമെൻറ്റും ഫോക്കസിങ് കപ്പും ആയിരുന്നു. അടുത്തതെന്ന് പറഞ്ഞാൽ ആനോഡാണ്. ഓക്കെ, ആനോഡിലുള്ളത് മെയിൻലി ആനോഡ് കൺസിസ്റ്റ് ഓഫ് എ സ്മോൾ പ്ലേറ്റ് ഓഫ് ടങ്സ്റ്റൺ. ഒരു ടങ്സ്റ്റൺ പ്ലേറ്റ് ആണുള്ളത്. അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ 2 or 3 millimeter തിക്കായിരിക്കും. ഇറ്റ് ഈസ് എംബഡഡ് ഇൻ എ കോപ്പർ സ്റ്റെം. ഓക്കെ, മെയിൻലി റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള ആനോഡാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ് ടു ഡിസിപ്പൈറ്റ് ദ ഹീറ്റ് ഫ്രം ദ ഫോക്കൽ സ്പോട്ട്. ഫോക്കൽ സ്പോട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ പഠിച്ചു. ഓക്കെ, അവിടെ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റൊട്ടേറ്റിംഗ് ആനോഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ടങ്സ്റ്റൺ പ്ലേറ്റിന് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ മെയിൻലി ആനോഡിൽ യൂസ് ചെയ്യുന്നത്. ആനോഡ് ആ ഫോക്കൽ സ്പോട്ട് റീജിയനിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് എ ഹൈ അറ്റോമിക് നമ്പർ ഓഫ് 74. Okay, atomic number high ആണ്. It has a high melting point of 3370 degrees Celsius. It has high thermal conductivity and a low vapor pressure at the working temperatures of an X-ray tube. ഓക്കെ, അപ്പം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഹീറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള പവർ ടങ്സ്റ്റൺ പ്ലേറ്റിന് ഉള്ളത് കൊണ്ടാണ് അതിനെ അവിടെ ആനോഡിൽ യൂസ് ചെയ്യുന്നത്. അറ്റോമിക് നമ്പർ ഹൈ, മെൽറ്റിംഗ് പോയിന്റ് ഇസ് ഹൈ, തെർമൽ കണ്ടക്ടിവിറ്റി ഇസ് ഹൈ ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് ഗോട്ട് എ ലോ വേപ്പർ പ്രഷർ. ഓക്കെ, the focal spot, it is the area on the target. ടാർജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടങ്സ്റ്റൺ പ്ലേറ്റ് ആണ്. ഓക്കെ, അതിലെ ആ ഒരു ഏരിയക്കാണ് നമ്മൾ പറയുന്നത് ഫോക്കൽ സ്പോട്ട്, ടു വിച്ച് ദ ഫോക്കസിങ് കപ്സ് ഡയറക്ട്സ് ദ ഇലക്ട്രോൺസ് ആൻഡ് ഫ്രം വിച്ച് ദ എക്സ്റേസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, നമ്മൾ പറഞ്ഞു നമ്മുടെ കാഥോഡിലെ ഫോക്കസിങ് കപ്പ് ഇലക്ട്രോൺസിനെ എല്ലാം ആനോഡിലെ ഒരു റെക്ടാങ്കുലർ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ ഏരിയ റെക്ടാങ്കുലർ ആയിട്ടുള്ള ആ ഏരിയയുടെ പേരാണ് ഫോക്കൽ സ്പോട്ട്. അതെവിടെയാണുള്ളത്? സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ടാർജറ്റ് ഏരിയ, ദാറ്റ് ഈസ് ഓൺ ദ ആനോഡ്. ഓക്കെ, ഇറ്റ് ഈസ് ഫ്രം വെയർ ദ എക്സ്റേസ് ആർ produced. And the sharpness of the radiographic image increases as the size of the focal spot decreases. Okay, അത് important ആണ്. They are inversely proportional to each other. ഏതൊക്കെ? The sharpness of the radiographic image and the focal spot. അപ്പം ഷാർപ്നെസ് കൂടുമ്പോൾ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഫോക്കൽ സ്പോട്ടിനെ ഡിക്രീസ് ചെയ്യണം. Okay, and vice versa. Sharpness of your radiographic image increases as the size of the focal spot decreases. എപ്പോഴും സ്മോൾ ഫോക്കൽ സ്പോട്ട് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റേഡിയോഗ്രാഫിക് ഇമേജിൻ്റെ ഷാർപ്നെസ് ഹൈ ആയിരിക്കും. ആ ഒരു ഫീച്ചർ എന്ന് പറയുന്ന പേരാണ് റേഡിയോഗ്രാഫിക് ഡെഫിനിഷൻ. എന്ന് വെച്ചാൽ സ്മോൾ ഫോക്കൽ സ്പോട്ട്, then the radiographic image sharpness will be high. Okay, the heat generated per unit target area, however, becomes greater as this focal spot decreases in size. Focal spotന്റെ സൈസ് കുറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജിൻ്റെ ഷാർപ്നെസ് കൂടും. പക്ഷേ ഹീറ്റ് ജനറേറ്റഡ് പെർ യൂണിറ്റ് ടാർജറ്റ് ഏരിയ, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് ഗ്രേറ്റർ ആവും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ?
അടുത്താണ് ലൈൻ ഫോക്കസ് പ്രിൻസിപ്പിൾ. ഓക്കെ, ലൈൻ ഫോക്കസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ടാർഗറ്റ് ഇസ് ഓൾവേസ് പ്ലേസ്ഡ് ആൻ ആംഗിൾ ടു ദ ഇലക്ട്രോൺ ബീം. ഇലക്ട്രോൺ ബീമിനെ ഒരു പർട്ടിക്കുലർ ആംഗുലേഷനിലാണ് നമ്മുടെ ആനോഡിലെ ടാർഗറ്റ് ഏരിയ, അതായത് ആ ടങ്സ്റ്റൺ പ്ലേറ്റ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് പ്ലേസ് ചെയ്യുമ്പം അതിൻ്റെ അപ്പാരൻറ്റ് സൈസ്, അതായത് ദ എഫക്റ്റീവ് ഫോക്കൽ സ്പോട്ട് അതെപ്പോഴും എന്തായിരിക്കും, അതിൻ്റെ ആക്ച്വൽ ഫോക്കൽ സ്പോട്ടിനേക്കാൾ സ്മോളർ ആയിരിക്കും. ഓക്കെ, അതിനാണ് നമ്മൾ പറയുന്നത് ലൈൻ ഫോക്കസ് പ്രിൻസിപ്പിൾ എന്ന്. അതിൻ്റെ എഫക്റ്റീവ് ഫോക്കൽ സ്പോട്ട് നമ്മൾ ആ വ്യൂ ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ പൊസിഷനിൽ നമ്മൾ വ്യൂ ചെയ്യുന്ന എഫക്റ്റീവ് ഫോക്കൽ സ്പോട്ട് അതെപ്പോഴും അതിൻ്റെ ആക്ച്വൽ ഫോക്കൽ സ്പോട്ടിനേക്കാൾ സൈസ് സ്മോളർ ആയിരിക്കും. ഈ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും ലൈൻ ഫോക്കസ് പ്രിൻസിപ്പിൾ എന്താണ്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ആയിട്ടുള്ള ആനോഡ്, അതായത് ടങ്സ്റ്റൺ ഫിലമെൻറ്റ് ഒരു ആംഗുലേഷൻ ടു സേ 20 ഡിഗ്രി ആംഗുലേഷനിലാണ് ഇലക്ട്രോൺ ബീമിന് വെക്കുന്നത്. ഓക്കെ, ടാർഗറ്റ് അതായത് ടങ്സ്റ്റൺ ഇലക്ട്രോൺ ബീമിൻ്റെ ഡയറക്ഷനിൽ ഒരു 20 ഡിഗ്രി ഇൻക്ലിനേഷൻ കൊടുത്താണ് അത് വെക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ ടു റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ എഫക്റ്റീവ് ഫോക്കൽ സ്പോട്ട്. ഓക്കെ, ഫോക്കൽ സ്പോട്ട് സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ച്വൽ ഫോക്കൽ സ്പോട്ട് സൈസിനേക്കാൾ കുറവായിരിക്കും അതിൻ്റെ അപ്പാരൻറ്റ് ഫോക്കൽ സ്പോട്ട് സൈസ്. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ടു ഇൻക്രീസ് ദ റേഡിയോഗ്രാഫിക് ഷാർപ്നെസ്. ഓക്കെ, അതിനാണ് നമ്മൾ പറയുന്നത് റേഡിയോഗ്രാഫിക് ഡെഫിനിഷൻ എന്ന്. ഓക്കെ, റേഡിയോഗ്രാഫിക് ഷാർപ്നെസ് അല്ലെങ്കിൽ റേഡിയോഗ്രാഫിക് ഡെഫിനിഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ നോർമൽ ഫോക്കൽ സ്പോട്ട് സൈസിൽ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു അപ്പാരൻറ്റ് ഫോക്കൽ സ്പോട്ട് സൈസ് നമുക്ക് കിട്ടുന്നത്. അത് ചെയ്യുന്നത് by giving a 20 degree angulation to the target anode. So typically the target is inclined about 20 degrees to the central ray of the X-ray beam. Okay, അങ്ങനെ ചെയ്യുന്നത് വഴി this causes the effective focal spot to be approximately 1 into 1 mm as opposed to the actual focal spot which is about 1 into 3 mm. Actual focal spot ആയ 1 into 3 mm നിന്ന് അത് reduce ചെയ്തിട്ട് 1 into 1 mm ആയിട്ട് reduce ചെയ്യുന്നു. ഓക്കെ, അപ്പം അതിൻ്റെ ആസ് എ റിസൾട്ട് അതിന് കാരണം എന്തൊക്കെയാണ്, റേഡിയോഗ്രാഫ് ഇമേജിൻ്റെ ഷാർപ്നെസ് കൂടുന്നു, ഹീറ്റ് ഡിസിപ്പേഷൻ. ഓക്കെ, ഹീറ്റിനെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ മാക്സിമം ഡിസിപ്പേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. ഓക്കെ, ഇത് രണ്ടുമാണ് ടാർഗറ്റ് ഇൻക്ലിനേഷൻ, അതായത് 20 ഡിഗ്രി ടാർഗറ്റ് ഇൻക്ലിനേഷൻ കൊടുക്കുന്നത് കൊണ്ടുള്ള യൂസസ്. അടുത്ത ഡയഗ്രാം സെയിം ഇതാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുമോ നോക്കുമ്പോഴത്തേന് അവിടെ അതിൻ്റെ നോർമൽ ഇതായിട്ടുള്ള 3 mm എഫക്റ്റീവ് ഫോക്കൽ സ്പോട്ട് സൈസ് റെഡ്യൂസ് ചെയ്തിട്ട് എത്രയായി 1 mm ആയിട്ട് റെഡ്യൂസ് ചെയ്തു. ഓക്കെ, 20 ഡിഗ്രി ആംഗുലേഷൻ കൊടുക്കുന്നത് വഴി. ഓക്കെ, അപ്പം അതിന് 2 യൂസസ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, 1 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമേജിൻ്റെ ഷാർപ്നെസ് കൂടുന്നു, ഓൾസോ ദ ഹീറ്റ് ഡെസിപ്പേഷൻ. ഓക്കെ, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ മാക്സിമം ഡെസിപ്പേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ.